ഈ കാര്യത്തിൽ നിങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനെ മാത്രമാണ് സമീപിച്ചിട്ടുള്ളത്. മനുഷ്യാവകാശ കമ്മീഷന് നടപടികൾ ഇങ്ങനെ എടുക്കേണ്ടതുണ്ട് എന്ന് നിർദ്ദേശിക്കാമെന്നതിനപ്പുറം കാര്യങ്ങളൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് അധികാരങ്ങളില്ല എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് DGPക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ആ പരാതി അവിടെ മജിസ്ട്രേറ്റ് കോടതിയിലും പരാതിയുണ്ട്, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതിയുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി വിളിപ്പിച്ചോ എപ്പോഴെങ്കിലും? വിളിപ്പിച്ചു. ഇനി അടുത്ത ഹിയറിംഗ് വെച്ചേക്കുന്ന 16-ാം തീയതിയാണ്. അതിലെന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. നിങ്ങളുടെ പക്കൽ ആ ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ കോടതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ടോ? ഉണ്ട്. അതായത് നമ്പർ പ്ലേറ്റ് അടക്കം പോലീസ് മാറ്റിവെക്കുന്ന ദൃശ്യങ്ങൾ അടക്കം അല്ലേ? ഉണ്ട്. അതങ്ങ് പുറത്തുവിടൂ ശ്യാമല ബീവി, അതാണ് വേണ്ടത്. തീർച്ചയായിട്ടും അതാണ് പുറത്തുവിടേണ്ടത്. മകന് ധൈര്യം കൊടുക്കൂ, മകന് പഠിക്കണം. മകൻ ഒറ്റയ്ക്കല്ല, ഈ കേരളം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി സംഭവങ്ങളായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതില് 18 വയസ്സ് പൂർത്തിയാകാത്ത CCLകളായ 2 കുട്ടികളും എന്റെ മോന്റെ കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കളുടെ കൊടുത്ത് രാത്രി 10 മണിക്കുള്ളിൽ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം FIR ഇടുന്ന 11/3-നാണ്. ആ FIR-നകത്ത് CCLകളായ ഈ കുട്ടികളുടെ പേരും കയറ്റിയിട്ടുണ്ട്. എന്റെ മോന്റെ അഡ്രസ്സ് മാറ്റി കയറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് മജിസ്ട്രേറ്റ് അതെങ്കിലും ഒന്ന് നോക്കുമായിരുന്നു. എന്റെ മോൻ റിമാൻഡിലാകുകയായിരുന്നു. ആരുടെ ഒരു ഫോൺ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു മജിസ്ട്രേറ്റ്. അന്ന് പീരുമേട് കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് എന്റെ മോനെ റിമാൻഡ് ചെയ്തത്. അന്ന് കട്ടപ്പന കോടതിയിൽ മജിസ്ട്രേറ്റ് ഇല്ലായിരുന്നു. അപ്പൊ കോടതിയിൽ ഇതൊരു ഗൂഢാലോചനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാരണം മാർച്ച് 5-ാം തീയതി നടന്ന ആ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എന്റെ വണ്ടി ഇറക്കിക്കൊണ്ട് പോയ ഒരൊറ്റ കാരണം കൊണ്ട് ഈ SI സുനേഖ അയാളുടെ ആ ജോലി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പരാതിയുമായി ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഇപ്പോൾ ഈ പറഞ്ഞ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി, മനുഷ്യാവകാശ കമ്മീഷൻ അല്ലാതെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. അതെന്താണ് പരിഗണിക്കുന്നത്? SI സുനേഖിനെയും ഡ്രൈവർ മനുവിനെയും ഡിസ്മിസ് ചെയ്യണം. ഇതാണ് കള്ളക്കേസ് എടുത്ത് അന്വേഷിക്കാതെ FIR ഇട്ട CIക്കെതിരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം. മകനിപ്പോൾ പഠിക്കുന്നില്ല. നമ്മുടെ ആവശ്യം. മകനിപ്പോൾ പഠിക്കുന്നില്ല. മോനിപ്പോ പഠിക്കുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് മോനെ ഞാൻ ജർമ്മൻ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി എറണാകുളത്ത് ചേർത്തപ്പോഴത്തേനും മോന് ജാമ്യം അനുവദിച്ച് 3 മാസത്തിന് പോയി ഒപ്പിടണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ചെറുതോണി വന്ന് ഒപ്പിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എറണാകുളത്ത് പഠിക്കുന്ന മോനെ എല്ലാ വെള്ളിയാഴ്ചകളും പറഞ്ഞൊരു സാഹചര്യം വന്നപ്പം എന്റെ മോന്റെ ക്ലാസ് കട്ടാകുമായിരുന്നു. ആ പഠിത്തം അവിടെ കൊണ്ട് നിർത്തി. ഇപ്പം ഈ കേസിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിപ്പിക്കുമ്പം അവന് മനസ്സ് കൊടുത്തുനിന്ന് പഠിക്കാനുള്ള മാനസികാവസ്ഥയില്ല. മാനസികമായിട്ട് തകർന്നൊരവസ്ഥയാണ് എന്റെ കുഞ്ഞിന്റെ. LKG തൊട്ട് 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന്റെ വാപ്പ മരണപ്പെട്ടു പോവാണ്. എന്റെ മാത്രം സംരക്ഷണ ചുമതലയിൽ ഒരു CCTV ക്യാമറ ഉള്ള ഒരു വീടിനകത്താണ് എന്റെ മോൻ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് SI മോനെ ഭീഷണിപ്പെടുത്തുന്ന പറഞ്ഞാൽ പോസ്കോ കേസ് നിന്നെ ചുമത്തും, നീ MDMA ഉള്ളതാണ്. എന്റെ ബ്രദർ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ചെല്ലുമ്പം ഇവൻ MDMA ഉപയോഗിക്കുന്നവനാണ്, ഏജന്റ് ആണെന്ന് വരെയും പറഞ്ഞ് എന്റെ മോനെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അവസാനം MDMA കേസിനകത്ത് അവന് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതിയൊക്കെ പുറകെ വരുമെന്നാ പറഞ്ഞ്. വീട്ടിൽ നിന്ന് എന്റെ ബന്ധുമിത്രാദികൾ പോയിട്ട് ഇയാളൊന്ന് കാണിക്കാൻ കൂട്ടാക്കാതെ അതിനകത്ത് കിടന്ന് കാണിക്കുന്ന ഷോ മൊത്തം ഈ CCTV ദൃശ്യത്തിനകത്തുണ്ട്. എന്നിട്ട് എപ്പോഴാണ് ഒത്തുതീർപ്പിന് വന്നത്? ഒത്തുതീർപ്പിന് വന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം 12 ദിവസത്തിന് ശേഷം. മോൻ ഇറങ്ങിയതിന് ശേഷം 3 തവണ, ആദ്യം 3 പോലീസുകാരും രണ്ടാമത് 4 പോലീസുകാരുമായിട്ട് ഏകദേശം 3 മണിക്കൂറുകളോളം വീതം 3 തവണ എന്റെ കൂട്ടുകാർ വീട്ടിൽ വന്നിരുന്ന് ഇവർ സംസാരിച്ചു. ലക്ഷങ്ങൾ വെച്ചോണ്ടാണ് അവർ സംസാരിക്കുന്നത്. CA സുരേഷിന് വേണ്ടിയിട്ട്. അയാളുടെ മൊഴിക്കകത്തും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് ഇലക്ഷന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് തിരക്കാണ്ട് അന്വേഷിക്കാൻ പറ്റിയില്ലാന്ന്. മേലുദ്യോഗസ്ഥന്മാർ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു CA സുരേഷിന്റെ ഇതിനകത്ത് കുരുക്കരുത്, അയാളൊരു നിരപരാധിയാണ്, അയാൾ ഇത് അറിയാതെ പോയത് കൊണ്ടാണ്. അറിയാതെ പോയൊരു വ്യക്തി 2-ാമത്തെ ദിവസം അല്ലെ 3-ാമത്തെ ദിവസം ഈ വിഷയം അറിയുമ്പം റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുന്ന അതിക്രൂരമായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തത്. എന്റെ മോനെ 12-ാമത്തെ ദിവസം പോലും പുറത്തിറക്കാൻ കഴിയില്ലാത്ത രീതിയിലുള്ള റിപ്പോർട്ടായിരുന്നു ഹാജരാക്കിയിരുന്നത്. തൊടുപുഴ കോടതിയിൽ നിന്നാണ് എനിക്ക് ജാമ്യം അനുവദിച്ചത്. ഞാൻ വിദേശത്ത്, ഇവിടെ നിന്ന നിപ്പിൽ ചാടി വരാൻ പറ്റില്ല, നാട്ടിൽ ആരുമില്ല, ആകെയുള്ള ചുരുക്കം ചില ബന്ധുക്കളാണ്. വീട്ടിലൊരു പൂച്ച പെർഷ്യൻ ക്യാറ്റിനെ അടച്ചിട്ടിരുന്നു. താക്കോല്, മോന്റെ പേഴ്സ്, ഒരു സാധനം എന്റെ വീട്ടുകാർക്ക് കൊടുത്തില്ല. ഈ മോൻ ഇറങ്ങിയതിന് ശേഷമാണ് ഈ താക്കോല് ലാസ്റ്റ് ജനല് പൊട്ടിച്ചുകൊണ്ടാണ് എന്റെ മോന്റെ കൂട്ടുകാരാണ് ആ പെർഷ്യൻ ക്യാറ്റിനെ രക്ഷപ്പെടുത്തുന്നത്. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ
ഇയാളെ പോലുള്ളവർ അയാളുടെ ജോലി ദുരുപയോഗം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സൈക്കോമാനുള്ള ഉദ്യോഗസ്ഥരെ, ക്രിമിനൽസിനെ നമ്മുടെ ജോലിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഒഴിവാക്കണം. നമുക്ക് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ഇവര് നമുക്ക് ഭീതിയല്ലേ പരത്തുന്നത്? തെറ്റ് ചെയ്യാത്തവരെ ഇവരെന്തിരുന്ന് ക്രൂശിക്കുന്നു? തെറ്റ് ചെയ്തവരെ ഇവര് പിടിക്കട്ടെ, അവരൊന്ന് നോക്കട്ടെ. നമ്മൾ അതിനൊന്നും ഇതാകുന്നില്ല. നിരപരാധികളായ കുഞ്ഞുങ്ങളെ എന്തിനാ പിടിച്ചുപദ്രവിക്കുന്നേ? അയാൾക്ക് എല്ലാ സാഹചര്യവും മനസ്സിലാക്കിയതല്ലേ? അയാളൊരു ഉദ്യോഗസ്ഥനല്ലേ, എല്ലാം അന്വേഷിച്ച് കാണുമല്ലോ. തീർച്ചയായും ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ് ഇപ്പോൾ ഷാമില പറയുന്നത്. ഒറ്റയ്ക്ക് മകനെ വളർത്തുന്ന ഒരമ്മയാണ്, വിദേശത്ത് ജോലി ചെയ്ത് അച്ഛനില്ലാത്ത കുട്ടിയാണ്, പഠനം പോലും ഇപ്പോൾ നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. സർക്കാരിന് മുന്നിലേക്ക് ഈ വിഷയം വയ്ക്കുകയാണ് ആഭ്യന്തരമന്ത്രി. ഇന്ന് ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. ഇത്ര ദിവസങ്ങളായി ഓരോ ദിവസവും പോലീസിന്റെ ക്രൂരതയുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരെ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. ഒരുപക്ഷെ സഭാ സമ്മേളനത്തിൽ പ്രതികരിക്കാനാക്കി എടുത്തു വച്ചിരിക്കുന്നതായിരിക്കാം. തിരിച്ചെത്താമിടം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.